ഇത്തവണ UDF പൊളിച്ചെടുക്കും, അഭിപ്രായ സർവേ പുറത്ത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഴുവൻ സീറ്റുകളും സ്വന്തമാക്കി UDF ആധിപത്യം നിലനിർത്തുവാൻ കഴിയുമെന്ന് APB ന്യൂസ് സീ വോട്ടർ അഭിപ്രായ സർവേ പറയുന്നു. ഇത്തവണയും 20 സീറ്റുകളിൽ ഒന്നുപോലും NDAക്ക് നേടാനാകില്ല എന്നും അഭിപ്രായ സർവേയിൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല, വയനാട്ടിൽ 2ാം തവണയും മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഇത്തവണയും കേരളത്തിൽ UDFന് അനുകൂല തരംഗം സൃഷ്ടിക്കുമെന്നും സർവേ ഫലം വിലയിരുത്തുന്നു. സംസ്ഥാനത്തെ 44.5% വോട്ട് വിഹിതം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF പിടിച്ചെടുക്കുമെന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. LDF 31.4% വോട്ടും NDA 19.8% വോട്ടും സ്വന്തമാക്കും. മറ്റു പാർട്ടികൾ 4.3% വോട്ട് പിടിക്കുമെന്നും അഭിപ്രായ സർവേയിൽ പറയുന്നു. തമിഴ്നാട്ടിൽ DMK മുന്നണി തൂത്തുവാരുമെന്നും BJPക്ക് ഒരു സീറ്റിലും ജയിക്കാനാകില്ലെന്നുമാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJP വിജയിക്കുവാനാണ് സാധ്യത കൂടുതലെന്നും സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ഏതാണ്ട് ഇതേ പ്രവചനം തന്നെയായിരുന്നു, അതായത് കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളും ഇന്ത്യ മുന്നണി തൂത്തുവാരുമെന്നാണ് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഫലവും സൂചിപ്പിച്ചിരുന്നത്. പുതുതായി രൂപീകരിച്ച ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിന് ശക്തമായ പിന്തുണയാണ് ഈ പ്രവചനം സൂചിപ്പിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അഥവാ UPA നേട്ടം കൊയ്തപ്പോൾ കേരളത്തിലും 20ൽ 19 സീറ്റുകളും തൂത്തുവാരിയിരുന്നു. കഴിഞ്ഞ തവണ UPA 83% വോട്ട് നേടിയപ്പോൾ 2024 ഇന്ത്യ മുന്നണിക്ക് 78% വോട്ട് വിഹിതം നേടാനാവും എന്നതാണ് പ്രവചനം. മറുവശത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഉയർന്ന പോരാട്ടം നേരിടേണ്ടി വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാനമായി കേരളത്തിൽ NDA വെറും കൈയോടെ പോകുമെന്നാണ് ഇവരുടെയും പ്രവചനം. എന്നാൽ സഖ്യത്തിന് പ്രതീക്ഷിക്കാവുന്ന ആകെയുള്ള ഒരു ആശ്വാസം 2019 അവരുടെ വോട്ട് വിഹിതം 15% നിന്ന് 17% ഇത്തവണ ഉയരുമെന്ന സൂചനയാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ സൂചിപ്പിക്കുന്നത്. എല്ലാ ലോക്സഭാ സീറ്റുകളിലുമായി 35,801 പ്രതികരിച്ചവരിൽ നടത്തിയ സർവേ അടിസ്ഥാനമാക്കിയുള്ളതാണ് മൂഡ് ഓഫ് ദ നേഷൻസ് ഫെബ്രുവരി 2024 പതിപ്പ്. 2023 ഡിസംബർ 15-നും 2024 ജനുവരി 28-നും ഇടയിലായിരുന്നു ഈ വോട്ടെടുപ്പ് നടത്തിയത്. പിണറായി സർക്കാരിന്റെ തീവട്ടിക്കൊള്ളയിലും അക്രമ രാഷ്ട്രീയത്തിലും അതിന് കൂട്ടുപിടിക്കുന്ന കോൺഗ്രസ് മുക്ത ഭാരതത്തിനു വേണ്ടി പണിയെടുക്കുന്ന BJP സർക്കാരിനുമെതിരെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ പ്രതിഷേധം അലയടിക്കുകയാണ്. നിലവിൽ UDF നേതൃത്വത്തിന്റെ മികവ് കൊണ്ടല്ല, മറ്റു 2 കൂട്ടരിൽ നിന്നും അല്പം ഭേദമുള്ളവർ എന്ന് ജനങ്ങൾ കരുതുന്നത് കൊണ്ടാണ് കോൺഗ്രസിനോട് ജനങ്ങൾക്ക് ഒരു ആഭിമുഖ്യം ഉള്ളത്. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കുവാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഇത്തവണ ഉണ്ടായിരുന്നെങ്കിൽ കൂടി കേരള ഘടകത്തിന്റെ മണ്ടത്തരങ്ങൾ കൊണ്ടും ഏകോപനമില്ലായ്മ കൊണ്ടും മാത്രമാണ് ഈ അവസ്ഥ ഉണ്ടായത്. BDJS എന്ന പെട്ടി ഓട്ടോറിക്ഷയിൽ കയറുവാൻ ആളില്ലാത്ത 2 വള്ളത്തിൽ കാലുവെച്ച് യാത്ര ചെയ്യുന്ന ഒരു തീവട്ടിയപ്പന്റെയും ഒരു തീവട്ടി മകനെയും ചുമന്ന് നാൾക്കുനാൾ കീഴോട്ടാണ് KJP പോകുന്നത്. കഴിവുള്ളവരെ എല്ലാം ഒതുക്കി ആർക്കും വേണ്ടാത്ത ആക്രികളെ പിടിച്ച് പാർട്ടിയിൽ ചേർത്ത് പെറുക്കുകളുടെ ഒരു കൂട്ടായ്മയായി മാറി ഈ പ്രസ്ഥാനം. പത്മജയുടെ ഒളിച്ചോട്ടത്തിന് ശേഷമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ കോൺഗ്രസിന് ഒരു ഊർജ്ജസ്വലത കൈവന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന സർവേ ഫലവും അവരുടെ ആവേശം വർദ്ധിപ്പിക്കുന്നതാണ്. സതീശനും സുധാകരനും കൂടി കുളമാക്കിയില്ലെങ്കിൽ നിലവിൽ കാര്യങ്ങൾ UDFന് വളരെ അനുകൂലമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.